ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാബേജ് തോരനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ക്യാബേജ് നല്ല ചെറുതായി കട്ടാക്കിയിട്ട് അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പകുതി സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്യണം. ആ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണ ആ ഒരു ഇതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിടാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അത് നന്നായി പൊട്ടി വന്ന ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ മിക്സ് ഇട്ട് കൊടുക്കുക. ക്യാബേജ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വയ്ക്കാം. പിന്നെ അതിലേക്ക് ഞാൻ പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ആ പച്ചമുളക് നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ അടി പിടിക്കൊന്നുമില്ല. അല്ലാത്തതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവർക്കും അറിയണ റെസിപ്പിയാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇവിടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.